ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. അപ്പോൾ ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്മൂത്തിയാണ്. എന്തായാലും ഈ ചൂട് കാലത്തേക്ക് വേണ്ടി നമ്മൾ കരുതലോടുകൂടി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ സ്മൂത്തി നമ്മളുടെ ഒരു സ്ഥിരമായ ഒരു ഐറ്റമായി മാറിക്കഴിഞ്ഞു. ഈ സമ്മർ കാലത്ത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട വിഭവമാക്കി മാറ്റാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു നല്ല സ്റ്റഫ്ഡ് ഓംലെറ്റാണ് കണ്ടു കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി. ഇതൊരു പൈനാപ്പിൾ ബനാന സ്മൂത്തിയാണ്. അതായത് നമ്മളുടെ പുറത്തിച്ചക്ക അഥവാ പൈനാപ്പിൾ, അതും പിന്നെ ബനാന, അതായത് നമ്മുടെ റോബസ്റ്റ പഴം, രണ്ടും കൂടി ചേർത്തിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം. നല്ല ആരോഗ്യത്തിന് വളരെ നല്ലത്. പൈനാപ്പിൾ സ്മൂത്തിക്ക് വേണ്ട ചേരുവകൾ: പൈനാപ്പിൾ 6 വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, റോബസ്റ്റ പഴം ഒരെണ്ണം, തൈര് 1/2 കപ്പ്, പാൽ 1 കപ്പ്, തേൻ 4 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ ചേരുവകൾ, അതായത് നമ്മളുടെ ഫ്രൂട്ട്, ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ഫ്രൂട്ടായിട്ട് നമ്മൾ പൈനാപ്പിളാണ് ഉപയോഗിക്കുന്നത്. പൈനാപ്പിളിൻ്റെ പീസസിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു വലിയ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം എന്ന് പറയാം. അപ്പോൾ ഇതുപോലെയുള്ള ചങ്കി പീസസ്, നല്ല ചതുര കഷ്ണങ്ങൾ വലുത്, ഒരു 5, 6, 7 ആയാലും കുഴപ്പമില്ല. ഏതാണ്ടൊരു വലിയ ബൗൾ നിറച്ച് അപ്പോൾ ഇതിനെ നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഇടുക. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ പീസസ് ഇട്ടു. ഇനി നമ്മൾ ഒരു റോബസ്റ്റ പഴം, നല്ല പഴുത്തൊരു റോബസ്റ്റ, അതും പീസസായിട്ട് മുറിച്ചിടാം. റോബസ്റ്റ എപ്പോഴും സ്മൂത്തി എന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടാകണം, ഒരു ഫ്രൂട്ട് ബേസ്, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫ്ലേവറിങ് ആയിട്ടുള്ളൊരു കാര്യം, പിന്നെ എന്താ പറയുക, കുറച്ച് യോഗേർട്ട്, തൈര്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിലൊരു 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്, യോഗേർട്ട്, പിന്നെന്താ വേണ്ടേ, പിന്നെ തേൻ. നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നത്, പഞ്ചസാര വേണ്ട. തേനൊരു 3-4 ടേബിൾ സ്പൂൺ. ഇത്തരം ഹെൽത്തി സ്മൂത്തി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് മധുരം വേണമെന്നൊന്നും വിചാരിക്കരുത്. മധുരം കുറച്ച് മതി. തേൻ 2 ടേബിൾ സ്പൂൺ ആയാലും മതി, അല്ലെങ്കിൽ 4 വരെ ആകാം. അപ്പോൾ ഒരു നല്ലൊരു ഷുഗറിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ തേൻ, അല്ലെങ്കിൽ മധുരം തരുന്ന ഡേറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഉപയോഗിക്കാം. ഇതിൽ കുറച്ച് പാല്, നല്ല തണുപ്പിച്ച പാല്, 1 കപ്പ് വരെ ആകാം. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഫ്ലാക്സ് സീഡ് ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ചേർത്ത്. പൈനാപ്പിൾ ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ഫ്രോസൺ മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നല്ല ഐസ് പോലത്തെ പാല്. എന്താണെങ്കിലും വളരെ എല്ലാ കാര്യങ്ങളും നല്ല തണുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. കറക്റ്റ് 2 ഫുൾ ഗ്ലാസ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനൊരു ചെറിയൊരു അലങ്കാരമായിട്ട് നമുക്ക് മിൻറ്റ്, പുതിന, അങ്ങനെ നല്ല രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള പൈനാപ്പിൾ ബനാന സ്മൂത്തിയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത്. ഇത് വളരെ ഹെൽത്തിയാണ്. ഇതിലിപ്പോൾ പാലിന് പകരം നമുക്ക് സോയാ മിൽക്ക് ആകാം, അങ്ങനത്തെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് മിൽക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പാല്, പാട മാറ്റിയത്, പിന്നെ സ്കിംഡ് മിൽക്ക്, അത്തരം കാര്യങ്ങളും ആകാം. പിന്നെന്താ, തൈരുണ്ട്, യോഗേർട്ട്, പൈനാപ്പിൾ, പിന്നെ മധുരത്തിന് നമ്മൾ തേനാണ് ചേർത്തിരിക്കുന്നത്. ഒരു മിൻറ്റിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ ആകാം. അപ്പോൾ ഇങ്ങനെ മിൻറ്റ് വെച്ച് അലങ്കരിച്ച് കഴിഞ്ഞാൽ, അതായത് പുതിന വെച്ച് അലങ്കരിച്ചാൽ കുടിക്കുന്ന സമയത്ത് അതും കൂടി ചേർത്ത് ഇങ്ങനെ ചവച്ച് കുടിക്കുകയാണെങ്കിൽ വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവറായിട്ട് കിട്ടും. എന്തായാലും ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള പൈനാപ്പിൾ സ്മൂത്തി തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ, എന്നാൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും നല്ല സ്വാദുള്ളതും നല്ല വയറ് നിറയുന്നതുമായുള്ളൊരു വിഭവമായിരുന്നു നമ്മുടെ സ്റ്റഫ്ഡ് ഓംലെറ്റ്.
ഫ്ലഫി ഓംലെറ്റാണത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്മൂത്തിയാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം, പൈനാപ്പിൾ ആൻഡ് ബനാന സ്മൂത്തി. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടറിൽ കാണാം.